അങ്ങനെ ഹോസ്പിറ്റലിൽ നിന്നും ഡിസ്ചാർജ് ആയിരിക്കുകയാണ് ലാലേട്ടൻ. കടുത്ത പനിയും ശ്വാസതടസ്സം കാരണം ലാലേട്ടൻ 5 ദിവസം ഹോസ്പിറ്റലിലായിരുന്നു. ഇപ്പോൾ പനിയൊക്കെ മാറി അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ് ലാലേട്ടൻ. ആസിഫ് അലി പനി മാറിയോ എന്ന് ലാലേട്ടനോട് ചോദിക്കുമ്പോൾ ലാലേട്ടൻ പനി മാറി എന്ന് പറയുന്ന ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും ലാലേട്ടൻ പഴയ ഫോമിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. തരുൺ മൂർത്തി ലാലേട്ടൻ കൂട്ടുകെട്ടിൽ പുറത്തു വരാനിരിക്കുന്ന L361 സിനിമയുടെ ടൈറ്റിൽ അനൗൺസ്മെൻറ്റ് ഉടനെ ഉണ്ടാകുമെന്ന് സിനിമയുടെ ഡയറക്ടറായ തരുൺ മൂർത്തി ഇപ്പോൾ ഒഫീഷ്യലായിട്ട് കൺഫേം ചെയ്തിട്ടുണ്ട്. അതുപോലെ ലാലേട്ടൻ്റെ 3D ഫാൻറ്റസി ചിത്രമായ ബറോസിൻ്റെ റിലീസ് ഡേറ്റ് കൺഫേം ആയിട്ടുണ്ട്. ബറോസിൻ്റെ പുതിയ പോസ്റ്റർ പുറത്തുവിട്ടുകൊണ്ടാണ് സിനിമയുടെ റിലീസ് ഡേറ്റ് ഇപ്പോൾ സിനിമയുടെ ടീം കൺഫേം ചെയ്തിരിക്കുന്നത്. ഒക്ടോബർ 3 വേൾഡ് വൈഡ് റിലീസായിട്ട് ബറോസ് സിനിമ തിയേറ്ററുകളിലേക്ക് എത്തും. മണിച്ചിത്രത്താഴ് സിനിമയുടെ 2 ദിവസത്തെ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. ഓഗസ്റ്റ് 17 റീ റിലീസ് ചെയ്ത മണിച്ചിത്രത്താഴ് സിനിമ 2 ദിവസം കൊണ്ട് കേരള ബോക്സ് ഓഫീസിൽ നിന്നും 1,10,00,000 രൂപയാണ് കളക്ഷനായിട്ട് നേടിയത്. തൃശ്ശൂർ രാഗം തിയേറ്ററിലൊക്കെ ഇന്നും ഹൗസ്ഫുള്ളായിട്ടാണ് മണിച്ചിത്രത്താഴ് സിനിമ ഓടുന്നത്. മണിച്ചിത്രത്താഴ് സിനിമയുടെ കൂടുതൽ കളക്ഷൻ അപ്ഡേറ്റുകൾക്കായി കാത്തിരിക്കുക.